ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായ മസാലാസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ തൊലി കളയാതെ വലിയ പീസുകളാക്കി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, നല്ല ജീരകപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ ഒരെണ്ണം, കസൂരി മേത്തി 1 പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി 3 ടേബിൾ സ്പൂൺ. ഇതില്ലെങ്കിൽ നല്ല കട്ട തൈര് ഉപയോഗിക്കാം. നല്ലെണ്ണ 250ൻ്റെ ഒരു ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. റെഡ് കളർ ഓപ്ഷണൽ ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കസൂരി മേത്തിയാണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ കയ്യിൽ കസൂരി മേത്തി ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഫുഡ് കളർ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരിവാവുന്ന വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് അത് സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വാല വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം വെള്ളം ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തിരുമ്പി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലാസ് ഒന്ന് എത്തുന്ന വരെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി എടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം മഞ്ഞൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പനേരം കഴിഞ്ഞതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു എണ്ണയുടെയും മഞ്ഞളുടെ ഒക്കെ ഫ്ലേവർ എത്തുന്നവരെ നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം. അതിനുശേഷം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. എത്ര നേരം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നു അത്രയും നല്ല ഫ്ലേവർ ആയിരിക്കും അതിന് കിട്ടുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ചിക്കൻ തുറന്ന് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്കത് എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ ഒരു ടൈമിൽ തന്തൂരി ചിക്കൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കാം. ചാനലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ ആ പാനൊന്ന് തുറന്ന് ഇതിലേക്ക് ഇതുപോലത്തെ ഒരു പാത്രം ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കനൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ നന്നായി പുകയും. അപ്പം ഈ ഒരു പുകയാണ് ഇതിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. നല്ല അടിപൊളി തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ കുബൂസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഹോം മെയ്ഡ് കുബൂസാണ്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടുക. നല്ല അടിപൊളി കുബൂസും നല്ല ഹോം മെയ്ഡ് മയണൈസും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള സാലഡും കൂടിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ആയിട്ട് കാണുന്നവരെ വി ആർ ക്രിയേറ്റേഴ്സ് സൈനിങ് ഓഫ്. ബൈ.